ഇത് മാസ് മോട്ടോഴ്സിന്നാണ്, ഹോണ്ട ഡിയോ വണ്ടി. നമുക്ക് ബെൽറ്റ് പൊട്ടിയ പോലെ സൗണ്ടായിട്ട് എനിക്ക് വന്നേർന്നതാണ്. അപ്പോൾ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്തു, കാരണം ബെൽറ്റിൻ്റെ പൊടിയൊക്കെ ഉള്ളിലേക്ക് പുറത്തേക്ക് വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ബെൽറ്റ് പൊട്ടി ഈ ഒരു അവസ്ഥയിലാണ്, മൊത്തം കട്ടൊക്കെ പൊളിഞ്ഞു പോയി. ഈ സൈഡിൽ നിന്നൊക്കെ മൊത്തം പൊളിഞ്ഞേക്കണം, അതെന്താ ഈ സൈഡൊക്കെ പൊട്ടിപ്പോയി. നിലവിൽ അത് മാത്രമല്ല എൻ്റെ കംപ്ലയിൻറ്റ്. നമ്മൾ അഴിച്ചു നോക്കുമ്പോഴേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ബെൽറ്റ് പൊട്ടിയതല്ല, അതിൻ്റെ കുറേ പാർട്സുകൾ അതിൻ്റെ ഉള്ളിൽ ഡാമേജ് വന്നിട്ടുണ്ട്. ഇതതിൻ്റെ ഉള്ളിൽ വന്ന ഒരു ഐറ്റമാണ്, സി വി ടി ക്ലച്ചിൻ്റെ മെയിൻ പാർട്ടാണ് വേരിയേറ്റർ ബോഡി എന്ന് പറഞ്ഞാൽ. അതൊക്കെ നല്ലോണം ഓവലായി പോയതുണ്ട്, അത് എത്രയും ഷെയ്ക്കാണ് ഇതിനകത്ത് കാണിക്കുക. അത് കൂടാതെ അതിൻ്റെ റോളറുകൾ, അതിൻ്റെ ഉള്ളിൽ വന്ന റോളർ സെറ്റ് ഒരു 6 പീസ് വരും ഇതേപോലത്തെ. അതിൻ്റെ ഓർണൊക്കെ അത് പൊട്ടി പൊളിഞ്ഞ് ഇതേപോലെ ആ പ്ലാസ്റ്റിക് കോട്ടിങ്ങൊക്കെ പോയി പൊളിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ പീസ് സെറ്റ് സ്ലൈഡ് എന്ന് പറഞ്ഞ ഒരു ഐറ്റം, ഇത് ഈ വന്നൊരു പ്ലേറ്റ് വന്ന സാധനമാണ്, അത് മൊത്തം അടിച്ച് പൊട്ടിപ്പോയിനകത്ത്. ഇത് അടിച്ച് പൊട്ടിയിട്ട്, ഇത് പെട്ടെന്ന് വന്ന കേസല്ലത്, ഇത് അടിച്ച് പൊട്ടിയിട്ട് ഇതിവിടെ നോക്കി കുറേ നാളിങ്ങനെ കിടന്ന് ഓടിയേക്കണം ഈ കാണട്ടോ. അത്രയും ഭാഗം തേഞ്ഞ് ഈ ഒരു അവസ്ഥയിലേക്ക് എടുത്തുപോയി. അതായത് 3 ലെഗ് വരെ, 3 ലെഗും അതേ കണ്ടീഷനാണ് ഇവിടെ കണ്ടത്. ഇത് പൊളിഞ്ഞു പോയിട്ടുണ്ട്, ഈ സൈഡ് വന്ന ലെഗ് പൊട്ടി വിടാറായ ഒരവസ്ഥയിൽ നിൽക്കണേ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂട്ടത്തിൽ കൂടെ ബെൽറ്റും കൂടി കംപ്ലയിൻറ്റ് വന്നപ്പോഴാണ് ഈ പ്രോബ്ലം വന്നതാണ്. അപ്പോൾ നിലവിൽ നമുക്ക് വെറുതെ ബെൽറ്റ് മാറ്റിയിട്ടിട്ട് കാര്യമില്ല, നമുക്ക് അതിൻ്റെ ഈ വേരിയേറ്റർ ബോഡി മാറണം, ഈ കംപ്ലയിൻ്റുള്ള ഈ ബോസ് ഡ്രൈവ് ഈ യൂണിറ്റ് മാറണം, റോളർ ഇതേപോലെ സെറ്റായിട്ട് ഒരു 6 എണ്ണമാണ് ഒരു കിറ്റായിട്ട് വരാം, അത് മാറണം. പിന്നെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഈ വന്ന പീസെറ്റ് സ്ലൈഡിൽ ഈ ഒരു ഐറ്റം കൂടി മാറ്റിയിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട്. കൂട്ടത്തിൽ കൂടെ ക്ലച്ച് യൂണിറ്റും കൂടി ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. ഇതൊക്കെ ശരിക്കും സി വി ടി ക്ലച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 10,000 കിലോമീറ്റർ കൂടുമ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം അഴിച്ചിട്ടുണ്ടാവണം. 10,000 കിലോമീറ്റർ കൂടുമ്പോൾ. അതല്ലെങ്കിൽ ഓട്ടോ കുറവുള്ള വണ്ടിയാണെങ്കിൽ വർഷത്തിലൊരിക്കൽ, അത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു വർക്കാണ്. നമ്മൾ സർവീസിന് കയറ്റി കഴിഞ്ഞാൽ നമ്മൾ ഓരോ സർവീസിലും നമ്മൾ ചെക്ക് ചെയ്യും. കാരണം എത്രത്തോളം നമ്മൾ സി വി ടി ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്യണോ, ക്ലീൻ ചെയ്ത് റെഡിയാക്കി ഇടണോ, അത്രയും വണ്ടിക്ക് നമുക്ക് ചിലവ് മെയിൻ്റനൻസ് കുറഞ്ഞിരിക്കും. കാരണം ഈ സി വി ടി ക്ലച്ച് ഏറ്റവും കൂടുതൽ നമുക്ക് സ്കൂട്ടർ മോഡലിന് മെയിൻ്റനൻസ് ഉണ്ടാക്കുന്നത് ക്ലച്ചിൻ്റെ ഭാഗമാണ്, സി വി ടി ക്ലച്ചാണ്. അത് നമ്മൾ കറക്റ്റായിട്ട് നോക്കി. ഇപ്പോൾ ജസ്റ്റ് നമ്മളിപ്പോൾ സർവീസിനൊക്കെയാണ് കയറ്റിയായിരുന്നെങ്കിൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഇതൊക്കെ മാറ്റിയിട്ടായിരുന്നെങ്കിൽ ഈ വീൽ അങ്ങനെ പ്രോബ്ലത്തിലേക്ക് പോകില്ലായിരുന്നു. അതേപോലെ തന്നെ ഇതൊക്കെ തേമാനം കാണിച്ചു കൊടുക്കുമ്പോൾ മാറ്റി കളഞ്ഞ് കഴിഞ്ഞാൽ അത് അങ്ങനത്തെ വലിയ വലിയ കംപ്ലയിൻസിലേക്ക് പോകില്ല. ഇപ്പം നിലവിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബെൽറ്റ് പൊട്ടിയിട്ടാണ് നമ്മൾ കയറ്റിയെങ്കിൽ കൂടി ഈ പാർട്സുകളും കൂടി മാറ്റിയാലാണ് നമുക്ക് ആ ചെയ്യുന്ന വർക്കിൻ്റെ ഭാഗം ക്ലിയർ ചെയ്ത് വിടാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം, എന്നിട്ട് വേണം നമുക്ക് പെർമിഷൻ കിട്ടിയാലാണ് നമുക്ക് ഒരു വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് വണ്ടി ക്ലച്ച് ഭാഗമൊക്കെ ഗ്രീസ് ചെയ്യുന്ന ദിവസം മറക്കരുത് കേട്ടോ. കാരണം ഞാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ 4 മാസം കൂടുമ്പോൾ കസ്റ്റമേഴ്സിനോട് ചെയ്യാനാണ് പറയാറ്. പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു 6 മാസത്തിലൊരിക്കൽ തന്നെയും ക്ലച്ച് ഭാഗം ചെക്ക് ചെയ്യിക്കണം നിർബന്ധമായിട്ട്. കാരണം ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ വലിയ പണികൾ വന്നുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്റർ, അതേപോലെ തന്നെ പ്ലഗിൻ്റെ ഭാഗം ഞാൻ ജനറൽ സർവീസൊക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ബാക്കിയത്തെ ഭാഗം കൂടി നമ്മൾ കൂട്ടത്തിൽ കൂടെ ചെക്ക് ചെയ്തോളൂ. അപ്പോൾ നിലവിലിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വർക്കാണ് ചെയ്യണത്, അതിൻ്റെ എസ്റ്റിമേറ്റാണ് ഞാൻ വാട്സാപ്പിലേക്ക് ഇടണേ. അപ്പോൾ അത് ഒന്ന് റിപ്ലൈ ഇട്ടേക്കാം, അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.